നമസ്കാരം. പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും പൂട്ടുവീഴുന്നു. SDPIയുടെയും ഒപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെയും മറവിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും ഒപ്പം തന്നെ NIക്കും BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായിട്ടുള്ള അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഒരു പരാതി നൽകിയിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ രൂപം കൊണ്ട ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന്റെ മുഖമായിരുന്നു PFI. അത് നിരോധിക്കുകയും നേതാക്കളെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ നിരോധിച്ചപ്പോൾ അതിന്റെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള SDPIയെ കേന്ദ്ര സർക്കാർ തൊട്ടില്ല. ഒരു വർഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം നിരോധിക്കപ്പെട്ട ഇതേ PFI, അതായത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയപ്പെടുന്ന പ്രവർത്തകർ കൂട്ടമായിട്ട് SDPIയിലേക്ക് ചേക്കേറുകയായിരുന്നു. മുൻപ് ഇതേ പോപ്പുലർ ഫ്രണ്ട് സമൂഹത്തിൽ ഭയം വിതച്ച അതേ അവസ്ഥയിലേക്ക് SDPIയും ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വലിയ ആക്ഷേപം. പോപ്പുലർ ഫ്രണ്ട് അതേ പാതയിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയും ശക്തിപ്പെടുകയാണ്. പാകിസ്ഥാനിയായിട്ടുള്ള മമൂദി തുടങ്ങിയ ഈ പ്രസ്ഥാനത്തിന് അനേകം പ്രസിദ്ധീകരണങ്ങളും TV ചാനലുകളും മാധ്യമ പത്രങ്ങളും അടക്കമുള്ളവ മാത്രമല്ല, വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടനയായിട്ടുള്ള സോളിഡാരിറ്റി, വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ISO, രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള വെൽഫെയർ പാർട്ടി എന്നിവരുടെയൊക്കെ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെ ആശയ പ്രചരണം നടത്തുകയാണ്. വെൽഫെയർ പാർട്ടി UDFുമായിട്ട് കൂട്ടുകൂടിയാണ് ഇപ്പോൾ ഈ അടിത്തറ ഒന്ന് വിപുലപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. ഇത് നിരോധിക്കണമെന്നുള്ള മുറവിളി കൂടിയിട്ട് നാളുകൾ ഒട്ടനവധിയായി. SDPIയുടെ തീവ്ര ചിന്താഗതിക്കാരും ജമാഅത്തെ ഇസ്ലാമിയുടെ മൃദു രാഷ്ട്രീയക്കാരും ഒരുമിച്ച് മുന്നേറുന്ന ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ജനാധിപത്യം നിലനിർത്താൻ ഇരു സംഘടനകളെയും നിരോധിക്കണമെന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ ഷോൺ ജോർജ് SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും NIക്കുമൊക്കെ ഒരു കത്തയച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിലാണ് SDPIയുടെ പങ്ക് ആരോപിക്കപ്പെടുന്ന ചില ക്രിമിനൽ പ്രവർത്തകർ ഷോൺ ജോർജ് പരാതിയിൽ അക്കമിട്ട് നിരത്തുകയാണ്. SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മറവിൽ ഗുരുതരമായിട്ടുള്ള തീവ്രവാദ ഇടപെടലുകൾ കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിൽ പറയുന്നത് എന്നുള്ളത്. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുകൊണ്ട് ISISന്റെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഒക്കെ സമാനമായിട്ടുള്ള രീതിയിൽ പരിശീലന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ഇത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയ പരാതിയിൽ വളരെ വ്യക്തമായിട്ട് ഷോൺ ജോർജ് പറയുകയും ചെയ്യുന്നുണ്ട്. കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും താമരശ്ശേരി ബിഷപ്പിന് ലഭിച്ച ഭീഷണി കത്തിനും പിന്നിലും കൊട്ടാരക്കരയിലെ ലവ് ജിഹാദിന്റെ പിന്നിലും കോതമംഗലത്തെ പെൺകുട്ടിയുടെ ആത്മഹത്യയും സെൻട്രൽ സ്കൂളിലെ ഹിജാബ് വിഷയത്തിലും ഉൾപ്പെടെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും ഭീകര ബന്ധമുണ്ട് എന്ന് പരാതിയിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഷോൺ ജോർജ്. സിനിമാ മേഖലയിലെ മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സംഘവും ഈ ദേശവിരുദ്ധ ശക്തികളുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഈ ആഭ്യന്തര മന്ത്രാലയത്തിനും NIക്കും നൽകിയ ഷോൺ ജോർജിന്റെ പരാതിയിൽ വ്യക്തമാക്കുന്നത് എന്നുള്ളതാണ്. താമരശ്ശേരി ബിഷപ്പിന് ലഭിച്ച വധഭീഷണി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുവാനുള്ള ശ്രമമായിരുന്നു എന്ന് പറയപ്പെടുന്നു. താമരശ്ശേരി ഇറച്ചിപ്പാറയിൽ ഫ്രഷ് കട്ട് കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരായിട്ടുള്ള ആക്രമണം എന്ന് പറയപ്പെടുന്നത് SDPI ആസൂത്രണം ചെയ്തതാണ് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. അറസ്റ്റിലായവരിൽ ഭൂരിഭാഗവും ഇതേ SDPIക്കാരാണ്. കൊട്ടാരക്കരയിൽ അൻവർ എന്ന SDPI പ്രവർത്തകനെതിരെയാണ് ലവ് ജിഹാദ് ആരോപണം അടക്കമുയർന്നത്. കോതമംഗലത്ത് സോന എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് പിന്നിൽ SDPIക്ക് വ്യക്തമായിട്ട് പങ്കുണ്ട് എന്ന് തന്നെയാണ് മാതാപിതാക്കൾ അടക്കം പറഞ്ഞിട്ടും അന്വേഷണം നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്നു. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിൽ ബോധപൂർവം കലാപം ഉണ്ടാക്കുവാൻ ഒരു SDPI പ്രവർത്തകൻ തന്റെ മകളെ അവിടെ ചേർത്ത് ഹിജാബ് വിഷയമുയർത്തി ഭിന്നത സൃഷ്ടിച്ചതായിട്ട് അടക്കം പരാതിയിൽ പറയുന്നുണ്ട്. SDPIയുടെ ക്രിമിനൽ നടപടികളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ പ്രചാരണങ്ങളിലും ഉടൻ അന്വേഷണം വേണമെന്നാണ് ഷോൺ ജോർജിന്റെ പരാതിയിൽ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, പോപ്പുലർ ഫ്രണ്ടും അതിനു പിന്നാലെ SDPIയും ഇപ്പോൾ ഇതാ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പൂട്ടുവീഴേണ്ട കാലഘട്ടത്തിലേക്ക് പോകുന്നു എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ടാണ്. മലബാറിൽ, മലപ്പുറത്തിന്റെ പല മേഖലകളിലും ഭീകരവാദത്തിനുള്ള സാധ്യതകൾ വളരെ വലുതായി കാണുന്നു എന്നുള്ളതാണ്. നമ്മൾ
ഗാസയിലെ ഭീകരരെ കുറിച്ചും ഹമാസിന്റെ ഭീകരരെ കുറിച്ചും വാതോരാതെ പറയുമ്പോൾ പാകിസ്ഥാന്റെയും ഒപ്പം തന്നെ ലഷ്കർ എ തോയ്ബയുടെയും ഈ പറയുന്ന ജയ്ഷ മുഹമ്മദിന്റെയും IS-ന്റെയും ഒക്കെ ഭീകരവാദികളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഇവർക്കൊക്കെ ഓരോ ഇടത്താവളങ്ങളുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ആ ഇടത്താവളങ്ങൾ രൂപീകരിക്കുന്നതിൽ നമ്മുടെ കേരളവും നിർഭാഗ്യവശാൽ ഭാഗമാകുന്നു എന്നുള്ളതിൽ ഖേദകരമായിട്ടുള്ള വസ്തുതയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം മലപ്പുറത്തിന്റെ പല മേഖലകളിലും ആയുധ പരിശീലനം അടക്കമുള്ളവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മറവിൽ നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ പുറത്തു പറയുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ വരുമ്പോൾ ഇവിടെ പലപ്പോഴും തീവ്രവാദ സമീപനങ്ങളിലേക്ക്, ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ, കുട്ടികളെ, വിദ്യാർത്ഥികളെ എത്തിച്ചു നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ടും പലതും മറച്ചു വയ്ക്കപ്പെടുന്നു. വോട്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ പലരും അതിനെ മറച്ചു പിടിക്കുന്നു. അത് SDPI ആവട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആവട്ടെ, അതല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് സംഘടനകളാവട്ടെ, പോപ്പുലർ ഫ്രണ്ടിന് പകരമായി നിൽക്കുന്ന മറ്റ് ഏതു സംഘടനയാണെങ്കിലും ആ സംഘടനയ്ക്കെതിരെ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതാണ്. ആ അന്വേഷണത്തിന് ശേഷം SDPI പോലുള്ളവ നിരോധിക്കപ്പെടേണ്ട സംഘടനകളാണ് എന്ന് മനസ്സിലാക്കിയാൽ അവയെ നിരോധിക്കേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ രൂപം കൊണ്ട ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന്റെ മുഖമായിരുന്ന PFI ഉണ്ടല്ലോ, അതായത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, ആ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയായി മാറുവാനുള്ള ഒരു ശ്രമത്തിലാണ് SDPIയും ജമാഅത്തെ ഇസ്ലാമിയും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണം പിടിക്കാൻ രൂപം കൊണ്ട ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിന്റെ മുഖമായിരുന്ന PFI പോലുള്ളവ ഇന്ത്യൻ രാജ്യത്ത് ആവശ്യമില്ല എന്നും ഭാരതത്തിന്റെ നെറുകയിലേക്ക് അത്തരത്തിലുള്ള ഈ ഭീകരവാദികളുടെ മുഖം ഉണ്ടാകേണ്ടതിന് ആവശ്യമില്ല എന്ന് ഉറപ്പിച്ചു പ്രസ്താവിച്ചാൽ ഒരിക്കൽ ഈ പറയുന്ന പോലെ നിരോധിക്കപ്പെട്ട സംഘടനയായ PFI പോലെ ബാക്കിയുള്ള സംഘടനകൾ നിരോധിക്കപ്പെടേണ്ടി വരും. ഒരു കാലഘട്ടത്തിൽ PFIയുടെ പ്രത്യയശാസ്ത്രവും അതിന്റെ അനുയായികളുമായിരുന്നവർ പിന്നെ SDPI എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള കാഴ്ചകൾ, വളർച്ചകൾ എന്ന് പറയപ്പെടുന്ന ഒരു സമൂഹത്തിനും ഒരു രാജ്യത്തിനും ചേർന്നതല്ല എങ്കിൽ അവയെ പിടിച്ചുകെട്ടുക, പിടിച്ചു നിർത്തുക. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ മലപ്പുറത്തടക്കം 129 കോടി രൂപയുടെ NIയുടെയും EDയുടെയും അന്വേഷണത്തിന്റെ ഫലമായിട്ട് കണ്ടെത്തപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഭീകര താവളങ്ങളുടെ മറകളാക്കി തീർക്കുന്ന, ഭീകര താവളങ്ങളായി തീരുന്ന പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അവിടെ നടത്തുന്ന വിദ്യാഭ്യാസ കച്ചവടം എന്ന് പറയപ്പെടുന്നത് വെറും ഈ കായിക പരിശീലനത്തിന്റെയും ഒപ്പം തന്നെ ഭീകരവാദ പ്രവർത്തനത്തിന്റെയും ഇടനിലങ്ങളാകുന്ന ഇടങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലങ്ങളാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഇടങ്ങളിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ എത്തുന്നു, കോടിക്കണക്കിന് രൂപയുടെ വരുമാനങ്ങൾ എത്തുന്നു എന്നുള്ളത് കണ്ടെത്തപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണത്തിലൂടെ കഴിഞ്ഞ ആഴ്ചയാണ് 129 കോടി രൂപ അടക്കമുള്ള വസ്തുവകൾ അടക്കം കണ്ടുകെട്ടിയത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ മലപ്പുറത്തടക്കം ഇത്തരത്തിലുള്ള ഭീകരവാദ സംഘടനകൾ രൂപം കൊണ്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ്. അവയെ കൃത്യമായ രീതിയിൽ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവയെ പിടിച്ചുകെട്ടുക, ഇവയെ നിരോധിക്കുക, ഇവയെ പൂട്ടിടുക, അതിനുള്ള ശ്രമമാണ് ഇനി നടത്തേണ്ടത്.